ഇത്ര ധൈര്യശാലിയാണ് ഞാൻ ഈ ചെയ്തതെല്ലാം കൂടി നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു കോമഡി ആയി പോയി. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അതെന്താ, നാളെ രേഷ്മേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓളെ അറിയാണ്ട് നമ്മൾ ഓളെ വെച്ചിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട്. എനിക്കറിയില്ലാന്നായിരിക്കും, ഇവര് ചിലപ്പോൾ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല നിന്റെ പറഞ്ഞില്ലെന്നൊന്നും. അപ്പോൾ ഓളിപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത്. ഓള് വരുന്നതിന് മുമ്പ് നമ്മൾ സ്വാഗതവും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതൊന്ന് തീർക്കാന്ന് വെച്ചാൽ കുറച്ച് പ്ലാനിങ് എല്ലാം ഉണ്ട്. നമുക്ക് കുറച്ചൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. അമ്മേനെ നമ്മൾ അറിയാത്ത നിർത്തിച്ചിട്ടുള്ള ഓള് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ ഈ പരിപാടി നിർത്തണം. അപ്പോൾ ഇതൊന്നും സ്വാഗതം ഇല്ലാത്ത സമയത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പം പറഞ്ഞത്. രണ്ടാളെ ഏൽപ്പിച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടാളും അവിടെ നോക്കുന്നുണ്ട്. ഓളെങ്ങാനും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള ഓളെ ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓളോടും പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഓളോട് പറയാണ്ട് ഓൾക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നാണ് ആ ദിവസം കേട്ടോ. നമ്മൾ ഇന്നലെയാണ് ആദ്യത്തെ ആ വീഡിയോ ഇൻട്രോ എല്ലാം എടുത്ത് വെച്ചത്. ഇന്ന് ഇപ്പോൾ ഓള് ഇവിടെ ഇല്ല. ഇപ്പോൾ ഓളെ റെഡിയാകാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കണം പോയിട്ട് നല്ല ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ഷോർട്സ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ കൂടി ചോദിച്ചിട്ടേ ഉള്ളൂ എന്നാൽ എൻ്റെ ഫോട്ടോ വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ഇടാനെന്നല്ല. ഞാൻ പറഞ്ഞു മതിയപ്പോൾ എന്തിനാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞ് വിട്ടിട്ടേ ഉള്ളത്. ഇനിയിപ്പോൾ വരണം അപ്പുറത്തുനിന്ന്. അപ്പോൾ ഒക്കെ അറിയില്ല നമ്മൾ എന്നാ ഇവിടെ ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഒന്നും അറിയില്ല. എനിക്ക് കയ്യല്ലപ്പാന്നും പറഞ്ഞിട്ടൊന്ന് പോയത് ഒരു കൂടി ഇല്ലാണ്ട്. ഏതായാലും വരട്ടെ. ഞാൻ കുറച്ചൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം. ഇത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല അല്ലേ. സംഭവം നമ്മൾ വിചാരിച്ചതുപോലെ ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. അങ്ങനെ ഏതായാലും ഫോണിൻ്റെ കവർ മാറ്റി അതിൽ ഓക്ക് കൊടുക്കേണ്ട സാധനം വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫോൺ എടുത്തിട്ട് കേക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഓക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി കേക്ക് മുറിക്കുമ്പോൾ ഫോൺ കിട്ടുന്ന വിധത്തിലാക്കാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പാത്രത്തിൽ കേക്കാക്കി തന്ന അതേ ആളെടുത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അയാളെന്നെ എനിക്ക് ഇതാക്കി തരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിളിൻ്റെ ഫ്ലേവർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏതായാലും കേക്ക് ആക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം. അതുകൊണ്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കേക്ക് മുറി. കണ്ണാടിയിലൂടെ കണ്ടടോ. അയ്യോ ഹാപ്പി ബർത്ത്ഡേ പറ. ഓ ഇവള് മേക്കപ്പ് ഇട്ടിട്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പിറന്നാൾ കാര്യം അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വിട്ടതേന് അപ്പുറത്തെ വീട്ടിലേക്ക്. ഏകദേശം ഒരു 1.5 മണിക്കൂറായി അല്ലേ. ഇപ്പൊ വരുമ്പോ ഒന്ന് ഒളിച്ച് നിന്നിട്ടെല്ലാം കയറി വരുമ്പോ കേക്ക് കാണുമ്പോൾ എന്തുണ്ടാവും എന്നല്ല അറിയാൻ വേണ്ടിട്ട് ഞാനാണ് ഡോറിനടുക്ക് ഒളിച്ചിരുന്നത്. ഓള് കയറുമ്പോൾ തന്നെ കണ്ട്. ഇവരടുക്കളയിൽ ഒളിച്ചിരുന്നത് ഓളാ കണ്ണാടിയിലോട്ടാണ് കണ്ട്. അപ്പൊ എല്ലാ സംഗതിയും പൊളിഞ്ഞ് നമ്മളേതായാലും കേക്ക് മുറിക്കാം അല്ലേ.
ഞാൻ ബോക്സിൽ ഒരു പാമ്പിനെ വെച്ച് കൊടുത്ത് അത് തുറന്നിട്ട് ഇവിടെ ഞെട്ടിയില്ല. ഞാൻ കേക്കിൻ്റെ ഉള്ളിൽ ഫോൺ വെച്ച് കൊടുത്ത് അത് കണ്ടിട്ട് ഇവിടെ ഞെട്ടിയില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ശശിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറേ കഷ്ടപ്പെട്ടിട്ട് പോയി കേക്കെല്ലാം ആക്കി ഇതെല്ലാം ആക്കി സെറ്റെല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നേനു. ഇവിടെ ഇത്ര ധൈര്യശാലിയാണ് എന്തായാലും ഫോണിന്റെ കവറെല്ലാം കാണുന്നുണ്ട്, എന്തായാലും കിട്ടാൻ ചാൻസ് എന്ത് ചെയ്യാനും ഞാൻ ചെയ്യുന്ന ഇങ്ങനെയായി പോയി. അതിലും വലിയൊരു കോമഡി ഒന്നും ഉണ്ടായെന്നറിയോ? ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും അത് നല്ല ഞാൻ കുറേ കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇങ്ങനെ മൈക്ക് ഓണായിട്ടുണ്ടായിട്ടില്ല. മൈക്കിന് എന്തോ ചെറിയൊരു പ്രശ്നം വന്നിട്ട് അത് ഓട്ടോമാറ്റിക് ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്തെല്ലാം നമ്മൾ മ്യൂസിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടി വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പണിയും കൂടി കിട്ടിയിട്ടുണ്ട്. എല്ലാ തരത്തിലും മൊത്തത്തിൽ കൊളായി മൈക്കോ ഇല്ല, ഞാൻ കുറേ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി, ഒന്നും സാരമില്ല. പക്ഷെങ്കിൽ ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഞെട്ടുന്ന കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. ഇവള് ഞെട്ടാത്തോണ്ട് പ്രശ്നമില്ല. മൊത്തത്തിൽ മൂഡ് പോയി കേട്ടാ ഇവള്. രാവിലെ സ്റ്റാറ്റസ് അത് സംഭവം ഞാൻ രാത്രി 12 മണിക്ക് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇട്ടിട്ടില്ല. ഇന്ന് രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഗിഫ്റ്റ് ഇഷ്ടപ്പെടണല്ലോ, ഗിഫ്റ്റ് ഇഷ്ടപ്പെടില്ലേ? ഗിഫ്റ്റ് അടിപൊളിയായിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഗിഫ്റ്റ് പോലെ തന്നെ ഇത് കണ്ടിട്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതുപോലെ ഉണ്ടായിട്ടില്ല. ഞാൻ തന്ന ഗിഫ്റ്റിൽ താങ്കൾ ഹാപ്പി അല്ലാന്നുണ്ടോ? ഞാൻ ഈ ചെയ്തതെല്ലാം കൂടി നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു കോമഡി ആയി പോയി. വിചാരിച്ച പോലെ ആയില്ലെങ്കിലും കത്തി എടുത്തിട്ട് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൻ്റെ സാധനമാണ്. അപ്പം പോയില്ല, ടിസ്റ്റ് പോയില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ മൊബൈൽ ഷോപ്പിലുള്ളവരെ ഇത് ഫുള്ള് സപ്പോർട്ട് ചെയ്യും. അടിപൊളി പരിപാടിയാണ്, സൂപ്പറാക്കും. ഞെട്ടി പറഞ്ഞു തുറക്കാം കേട്ടോ. ഒരു ഞെട്ടി തരിക്കുമല്ലോ, അടിപൊളി ആക്കുമല്ലോ. നമ്മൾ വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റിംഗ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഉണ്ടാവും ഞാനിങ്ങനെ വെക്കുന്നത്. ഫോൺ തന്നെ കേട്ടാ, ഒറിജിനൽ ഫോണാണ്. ഇന്ന ഇതിങ്ങനെ അങ്ങ് കൊടുത്താൽ ചെയ്യുന്നു ആദ്യം. വെറുതെ കുറെ ടെസ്റ്റ് ഇട്ടു, ഒരു കാര്യമില്ലാട്ടായി. ഹാപ്പി ബർത്ത്ഡേ കേട്ടാ. നമ്മളെല്ലാവരും പരിപാടി നിർത്തിയിട്ട് പോയി. ഇനി കേക്ക് തീർക്കാനുള്ള പരിപാടി തന്നെയാണ്. തീർത്തോ.